നമ്മളുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു നല്ല ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ടായിട്ട് വന്നതാണ്, നമ്മുടെ കമൻറ്റിൽ വന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ ഇത് ബുക്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് ലെങ്തി ആയിട്ടുള്ള മെത്തേഡിലാണ് കാണിച്ചിട്ടുള്ളത്, ഇക്വേഷനൊക്കെ ഫോം ചെയ്ത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നവർ എങ്ങനെയായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ കണ്ടിട്ടില്ലാത്തവർ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ കാണുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം എന്താണ് പറയുന്നത്. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആഫ്റ്റർ കവറിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 30 കിലോമീറ്റർ വിത്ത് എ യൂണിഫോം സ്പീഡ് ദർ ഈസ് സം ഡിഫക്റ്റ് ഇൻ എ ട്രെയിൻ എഞ്ചിൻ ആൻഡ് ദെയർ ഫോർ ഇറ്റ് സ്പീഡ് ഈസ് റെഡ്യൂസ് ടു 4/5 ഓഫ് ഒറിജിനൽ സ്പീഡ്. ഇപ്പോൾ എത്രയായിരുന്നോ സ്പീഡ് ഉള്ളത് അതിൻ്റെ ഇപ്പം 5 സ്പീഡാണുള്ളതെങ്കിൽ അതെന്തായി 4 യൂണിറ്റിലോട്ട് മാറി. കൺസീക്വൻ്റ്ലി ദ ട്രെയിൻ റീച്ചസ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ ലേറ്റ് ബൈ 45 മിനിറ്റ്. അപ്പോൾ അത് കാരണം ആ ഒരു സ്പീഡ് കുറഞ്ഞാൽ നമുക്കറിയാം സമയം കൂടുതലെടുക്കും. 45 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയത്. അതായത് നോർമലായിട്ട് എത്തുന്നിരുന്ന സമയത്തിൻ്റെ 45 മിനിറ്റ് കൂടെ എന്ത് ചെയ്തു, കൂടുതലെടുത്തു. ഹാഡ് ഇറ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ കവറിങ് 18 കിലോമീറ്റേഴ്സ് മോർ ദ ട്രെയിൻ വുഡ് ഹാവ് റീച്ച്ഡ് 9 മിനിറ്റ് ഏർലിയർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 45 മിനിറ്റിൽ ആദ്യം ലേറ്റായി. രണ്ടാമത്തെ കേസിൽ 18 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു, 30 കിലോമീറ്റർ സഞ്ചരിച്ചു, അത് കഴിഞ്ഞിട്ട് 18 കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു സംഭവം നടന്നെങ്കിൽ, അതായത് 18 കിലോമീറ്റർ വരെ 5 സ്പീഡിൽ വന്ന സാധനം വീണ്ടും 5 സ്പീഡിൽ തന്നെ പോയിരുന്നത്, 5x സ്പീഡാണെങ്കിൽ 5x സ്പീഡിൽ തന്നെ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വന്നു, 9 മിനിറ്റ്സ് ഏർലിയർ. 9 മിനിറ്റ്സ് ഏർലിയർ എന്ന് പറഞ്ഞാൽ എന്താ, 45 മിനിറ്റ് ലേറ്റിന് വരും. ഇതാണ് ഒരുപാട് പേർക്കും കൺഫ്യൂഷൻ വരുന്നത്. 45 മിനിറ്റ് ലേറ്റിന് വരും അവിടെ എത്രയാവത്തുള്ളൂ, 45 - 9 36 മിനിറ്റ് ലേറ്റ് ആവത്തേ ഉള്ളൂ. 36 മിനിറ്റ് ലേറ്റ് ആവത്തേ ഉള്ളൂ. അതാണ് ക്വസ്റ്റ്യനിലെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ജേർണി. അപ്പോൾ ഇത് ഇങ്ങനെ ഫിഗറൊക്കെ വരച്ച് ഇങ്ങനെ ഇക്വേഷനൊക്കെ എഴുതി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ടുകൾ എങ്ങനെ നമ്മളൊരു ക്വസ്റ്റിനകത്തോട്ട് അപ്ലൈ ചെയ്യാമെന്ന് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എനിക്ക് ഇത് 30 സെക്കൻഡ് ക്വസ്റ്റ്യനാണ്, 30 സെക്കൻഡ് എടുക്കത്തുള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ ഇവിടെ അതിന് പക്ഷേ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു കാര്യം പറയാം, ഒരു എക്സാമ്പിൾ തരാം. ഇവിടുന്ന് ഇവിടെ വരെ 30 കിലോമീറ്റർ ഉണ്ടെന്ന് വെക്കുക. ബാക്കിയാണ് നമ്മുടെ 18 കിലോമീറ്റർ ഉള്ളത്. നമുക്ക് അറിഞ്ഞൂടെ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ട്, അത് എത്രയോ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോവും, സ്പീഡ് A/B ആണെങ്കിൽ ടൈം എന്തായിരിക്കും, B/A ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവുന്ന ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഈ 30 കിലോമീറ്ററിൽ ആണ് സത്യത്തിൽ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ 45 മിനിറ്റിൻ്റെ ഡിലേ ഉണ്ടാവും. എന്നാൽ ഈ 18 കിലോമീറ്റർ ആണ് ഇത് സംഭവിച്ചത്. 18 കിലോമീറ്ററുടെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സ്പീഡ് എന്ത് ചെയ്തത്, 5-ൽ നിന്ന് 4 ആയത് എന്നുണ്ടെങ്കിൽ, അതായത് സ്പീഡ് എന്തായി, ഇവിടെ 5-ൽ പോയിരുന്നിരുന്നെങ്കിൽ ഒരു ടൈം എടുത്തേനെ, 4-ൽ പോയാൽ വേറൊരു ടൈം എടുത്തേനെ. അപ്പോൾ 5-ൽ തന്നെ പോയിരുന്നത്, ആ ഒരു ട്രെയിന് പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ് എത്ര തന്നെ ആയിരിക്കും. ഇപ്പം 5 ഞാൻ പറയുന്നത് വെച്ചാൽ 5 എന്നുള്ളത് എന്തായി, 4 ആയി, റേഷ്യോ ആണ് പറയുന്നത്. അപ്പം 5 എന്ന് പറഞ്ഞാൽ 4 ആയി എന്നാണ് പറയുന്നത്, ഡിഫക്റ്റ് കാരണം. അപ്പോൾ ഇവിടെ 18 കിലോമീറ്ററുടെ കഴിഞ്ഞിട്ടാണ് അത് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് 5 സ്പീഡിൽ പോകുന്നു, 5 യൂണിറ്റ് സ്പീഡിൽ പോകുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് സ്പീഡിൽ പോകുന്നു. ഇവിടെ വെച്ചാണ് ഇത് എഞ്ചിന് ഫോൾട്ട് സംഭവിച്ചെങ്കിൽ ഇത് 4 സ്പീഡിലേ പോകത്തുള്ളൂ, 4 യൂണിറ്റ് സ്പീഡിലേ പോകത്തുള്ളൂ. എന്നാൽ 18 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു എഞ്ചിന് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ, ഡിഫക്റ്റ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ എന്തിലേ പോകത്തുള്ളൂ, ഇത് 5 യൂണിറ്റ് പോയിന്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതാണ്, 18 കിലോമീറ്ററിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ ബാക്കി 30 നോക്കണ്ട, ബാക്കി നോക്കണ്ട. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഈ 18 കിലോമീറ്ററിൽ മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഈ 18 കിലോമീറ്ററിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്താണ്, 5. കുഴപ്പം പറ്റിയില്ല, ഇവിടെ വെച്ചാണ് കുഴപ്പം പറ്റുന്നത് എന്നുണ്ടെങ്കിൽ 5 സ്പീഡിൽ പോയേനെ. എന്നാൽ ഇവിടെ വെച്ച് തന്നെ കുഴപ്പം പറ്റിയെങ്കിൽ 4 സ്പീഡിൽ പോയേനെ. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ എന്ത് വരും, 4:5 വരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, നമുക്ക് ആ ഒരു ഈ ഡിസ്റ്റൻസിൽ സ്പീഡിൻ്റെ ടൈമിൻ്റെ റേഷ്യോ ഇട്ടത്. ഈ ഡിസ്റ്റൻസ് 18 കിലോമീറ്റർ പോകാൻ വേണ്ടിയുള്ള ഡിസ്റ്റൻസ്, 18 കിലോമീറ്റർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ 4:5 കിട്ടി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എത്ര വരുന്നത്, ഇവിടെ 4 യൂണിറ്റ്, ഇവിടെ 5 യൂണിറ്റ്. അപ്പോൾ ഈ ഡിഫറൻസ് എത്ര, 1 യൂണിറ്റിൻ്റെ ഡിഫറൻസാണ് വരുന്നത്. ആ 1 യൂണിറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ എത്ര, നേരത്തെ ഇവിടെ വെച്ചായിരുന്നു ആ ഒരു എഞ്ചിന് പ്രശ്നം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് എടുത്തേനെ, 45 മിനിറ്റ് ലേറ്റ് ആയേനെ. എന്നാൽ ഈ സ്ഥലത്താണെങ്കിൽ, മറ്റേ സ്ഥലത്താണെങ്കിൽ 36 മിനിറ്റേ ലേറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് അവർ പറയുന്നുണ്ട് നേരത്തേനേക്കായും. ക്വസ്റ്റിനകത്ത് അവർ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു, നേരത്തേനേക്കായും 9 മിനിറ്റ് ഏർലിയർ, അതായത് നേരത്തേനേക്കായും
9 മിനിറ്റ് കുറച്ചേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് എത്ര തന്നിട്ടുള്ളത് 9 മിനിറ്റ്, അല്ലെങ്കിൽ 45 36 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ 1ൻ്റെ വാല്യൂ ആണ് 9 മിനിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4ൻ്റെ വാല്യൂ കിട്ടും 36 മിനിറ്റ്. ഇതുവരെ ഡൗട്ടില്ല. അപ്പോൾ ഈ 36 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നില്ല, പ്രശ്നമൊന്നുമില്ല. സ്പീഡ് 5 പോകണമെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആ ട്രെയിനിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രെയിനിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള കേസിൽ എടുക്കുന്ന സമയമാണ് 4 യൂണിറ്റ്. അതിൻ്റെ ഒറിജിനൽ വാല്യൂ 36 മിനിറ്റ് ആണ്. എത്ര കിലോമീറ്ററാണ് പോകുന്നത്? 18 കിലോമീറ്റർ. അപ്പോൾ നോക്കേ, നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മുടെ 18 കിലോമീറ്റർ ആണ്. ഈ 18 കിലോമീറ്ററിൽ പ്രശ്നമൊന്നും ഇല്ല, ഒറിജിനൽ സ്പീഡിലായിരുന്നു പോരുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒറിജിനൽ സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒറിജിനൽ സ്പീഡ് നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ 18/36. ഇത് മിനിറ്റാണ്, ഇതിനെ കിലോമീറ്റർ പെർ 36 മിനിറ്റ്, മിനിറ്റിനെ മണിക്കൂറാക്കാൻ ബൈ 60 ചെയ്യുക. അപ്പോൾ 60 അങ്ങ് മേളിൽ പോവും. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 10, ഇവിടെ 6, 3 × 10 30 കിലോമീറ്റർ പെർ അവർ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. അപ്പോൾ സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ എന്ന് ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റനാണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ സി കൊടുക്കും. എനിക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഇപ്പോൾ ഈ 18 കിലോമീറ്ററാണ് പരിപാടി നടക്കുന്നത്. 9 മിനിറ്റാണ് ലാഭം. അപ്പോൾ 5 4 ആയി, 4 5 ആവും ടൈം. 1ൻ്റെ വാല്യൂ 9 ആണ്, 4ൻ്റെ വാല്യൂ 36 ആണ്. 18 കിലോമീറ്റർ 36 പോവും. ഇപ്പോൾ 18/36 1/2 ആണ് ഇത് കിട്ടുന്നത്. ഇൻറ്റു 60 ചെയ്യുക 30. എനിക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും. പക്ഷേ അതിനെന്ത് വേണം? നല്ല പ്രാക്ടീസ് വേണം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും, എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് അല്ലാതെ കണ്ടുപിടിക്കാൻ ഒരുപാട് ടൈം എടുക്കും. 30 കിലോമീറ്റർ വരെ എത്ര എടുത്തു, ബാക്കി എത്ര എടുത്തു, എക്സും വൈയും ഇടാതെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 30 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഓപ്ഷൻ. ഇത് 30 ആണെന്ന് വെച്ചോ, 30ഉം ഡിസ്റ്റൻസ് 100ഉം, ഇത് 30ഉം ഡിസ്റ്റൻസ് 120. എന്ത് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ 120ൻ്റെ 30ൻ്റെ മൾട്ടിപ്ലൈ ആണ് 120 ആണ്. ഇത് തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് 150 ആണെന്ന് വെച്ചോ, ഇതും എന്താണ്? 30ൻ്റെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുത്തു, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് എന്ത് കിട്ടും? 30 കിലോമീറ്റർ പെർ അവർ സ്പീഡും ഡിസ്റ്റൻസ് 120 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ പറയുന്നത് ആഫ്റ്റർ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 30 കിലോമീറ്റർ. അപ്പോൾ 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്താണ്? യൂണിഫോം സ്പീഡാണ്. അപ്പോൾ യൂണിഫോം സ്പീഡ് നമുക്ക് എത്ര കിട്ടിയത്? 30 എന്നാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഇപ്പോൾ 120 കിലോമീറ്ററും യൂണിഫോം സ്പീഡിൽ പോകാനാണെങ്കിൽ ഞാൻ ഈ ഓപ്ഷൻ എടുക്കുകയാണ്. 120 കിലോമീറ്റർ യൂണിഫോം സ്പീഡിൽ പോകാനാണെങ്കിൽ 120/30 4 മണിക്കൂറാണ് എടുക്കുന്നത്. എന്നാൽ ആദ്യത്തെ 30 കിലോമീറ്റർ 30 പോയി. ഇപ്പോൾ എത്ര മണിക്കൂറായി? 1 മണിക്കൂറായി. ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉള്ളത്? 90 കിലോമീറ്റർ എത്ര സ്പീഡിൽ പോകാൻ? 4/5 ആയി. ഇപ്പോൾ 30ൻ്റെ 4/5 എന്ന് പറഞ്ഞാൽ 24 ആണ്. 90/24 ചെയ്യുമ്പോൾ നമുക്ക് എത്ര സമയം എടുക്കും? 90/24 ചെയ്യുമ്പോൾ ഏകദേശം 45 നമുക്ക് എത്ര? 6 വെച്ച് കിട്ടാം. 15/6 വെച്ച് കിട്ടുമ്പോൾ 15/4 15/4 3.75. അപ്പോൾ 3 മണിക്കൂറും 45 മിനിറ്റ്. ഓക്കെ, അതായത് ടോട്ടൽ 1 മണിക്കൂറും 3 മണിക്കൂറും 45 മിനിറ്റ്, 4 മണിക്കൂറും 45 മിനിറ്റ് കൊടുക്കും. എൻ്റെ അർത്ഥം 45 മിനിറ്റ് ലേറ്റാണ്. ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു? നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഓപ്ഷൻ സി കൊടുക്കാം. പക്ഷേ എന്നാൽ 150 എടുക്കുമ്പോൾ അത് പറ്റുമോ? 5 മണിക്കൂർ വേണമായിരുന്നു. 150/30 5 മണിക്കൂർ വേണമായിരുന്നു. 30 കിലോമീറ്റർ കഴിഞ്ഞു, ബാക്കി 120 കിലോമീറ്റർ ഉണ്ട്. അത് 24 കിലോമീറ്റർ പോയാൽ എത്ര മണിക്കൂർ എടുക്കുന്നത്? 5 മണിക്കൂർ വീണ്ടും എടുക്കും. അപ്പോൾ 1 5 6 മണിക്കൂർ. 5ൻ്റെ സ്ഥാനത്ത് 6 ആവുന്നത് 1 മണിക്കൂറാണ് ലേറ്റ് ആവുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ, ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊന്നും എക്സാമിന് ചെയ്യാനല്ല പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എന്തുകൊണ്ടാണ് 8 മിനിറ്റ് ആവത്? ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് എൻ്റെ ഓരോ വീഡിയോയിലൂടെയും ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഓരോ ക്ലാസ്സുകൾ, ഒലീവ് ബോർഡിൻ്റെ ലൈവ് മോക്ക് സൊല്യൂഷൻ ആയാലും CGLൻ്റെ സൊല്യൂഷൻ ആയാലും എല്ലാം പഠിക്കുക. ഏകലവ്യ ബാച്ചും അർജുന ബാച്ചും. ഏകലവ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് മുതൽ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈ ലെവൽ ഇല്ലെന്നല്ല. അർജുന ബാച്ച് നിങ്ങൾ കാണണം, അതിൻ്റെ ഓരോ കൺസെപ്റ്റുകളും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും എല്ലാം കാണുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റായിട്ട് പറയാം. നിങ്ങളുടെ ഓരോ കമൻറ്റും ആണ് അടുത്തൊരു വീഡിയോ ചെയ്യാൻ എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. കൊണ്ട് കമൻറ്റായിട്ട് പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.